സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുചർച്ച അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തന റിപ്പോർട്ടും അതിൻ്റെ ചർച്ചയാണ്. അതേറ്റവും സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടും അതിൻ്റെ മുകളിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയാണ് നടന്നത്. പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെയാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്താൻ ഈ റിപ്പോർട്ടും ചർച്ചയും എല്ലാം തന്നെ ഏറെ പ്രയോജനകരമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇടതുപക്ഷ ആശയങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയേണ്ട ഒരു സാഹചര്യമാണ്. അഖിലേന്ത്യാ തലത്തിലെ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലൊരു ബദൽ ആണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ബദലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും നമ്മൾ മുന്നേറുകയാണ്, അത് ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ അതിനെ കൂടുതൽ മികച്ചതാക്കി മാറ്റുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഈ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാർ, സാധാരണ മനുഷ്യർ, കർഷക തൊഴിലാളികൾ, വിവിധ ഇടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർ, ഇവരുടെ ഒരു മുന്നേറ്റം, അവരുടെ കൂടുതൽ ഉയർന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുക, അതിന് ഈ പാർട്ടിയും ഈ സംസ്ഥാന സമ്മേളനവും അതുവഴി സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന ഊന്നൽ എങ്ങനെയാവും? നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ അന്തർദേശീയ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളിലും അതെല്ലാം കടുത്ത വലതുപക്ഷത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി സ്വീകരിച്ചു വരികയാണ്. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ബദലിൻ്റെ പ്രത്യേകത. ആ ഇടതുപക്ഷ ബദൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കാനും അതുവഴി ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് കൂടി ശക്തി കൂട്ടാനും കഴിയുന്ന രീതിയിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ദളിതുകളുടെയും ആദിവാസികളുടെയും എല്ലാ സമര പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിന് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും കേരളത്തിലെ ഈ നമ്മളിപ്പോൾ നടത്തുന്ന ഈ സമ്മേളനമൊക്കെ തന്നെ വഴികാട്ടിയായി മാറും. ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു ഊർജം പകരലാണ്, ഏതൊക്കെ തരത്തിലുള്ള ഒരു ഡയറക്ഷനാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഈ ചർച്ചകൾ പ്രധാനമായിട്ടും നമ്മൾ കുറച്ചധിക കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കേരളത്തോടുള്ള ഒരു പക്ഷപാതിത്വമായിട്ടുള്ള നിലപാടുണ്ട്. അവഗണന എന്നല്ല പറയേണ്ടത്, വളരെ നിഷേധാത്മകമായുള്ളൊരു സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശം പറയേണ്ട ആവശ്യം എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടം തന്നെയാണ് നമ്മുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് 4 പേരേ ഉള്ളൂ. ഇടതുപക്ഷം മൊത്തം ചേർന്ന് കഴിഞ്ഞാൽ 8 പേരേ ഉള്ളൂ. അതിൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യോജിക്കാവുന്ന ആളുകളൊക്കെ ആയിട്ട് യോജിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടണം. ഈ 8 ആണോ അതോ അപ്പുറത്തെ ഈ പറഞ്ഞതൊരു 16 17 ആണോ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഫലപ്രദമായി ഉന്നയിക്കുന്നത്? താരതമ്യം തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തിട്ടല്ല ഇതുവരെ നമ്മളവിടെ സമീപിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ള സന്ദേശമാണ് ഉയർത്തിയത്. അതാണ് നമ്മൾ എംപിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ പരമാവധി എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്.